Today class we will discuss about basic semiconductor device. നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് ഓപ്പറേഷൻ ആംപ്ലിഫയർ അനലോഗ് ഇലക്ട്രോണിക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ഡിഫറെൻറ്റ് പ്രോബ്ലംസ് നമ്മൾ നോക്കി. എങ്ങനെയാണ് ഒരു അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് തുടങ്ങി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമായിരുന്നു നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബേസിക് സെമി കണ്ടക്ടർ ഡിവൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സത്യത്തിൽ ഈ ബേസിക് സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ഇലക്ട്രോണിക്സ് ക്ലാസ്സുകളുടെ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. അത് പഠിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് സത്യത്തിൽ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണെങ്കിലും അനലോഗ് ഇലക്ട്രോണിക്സ് ആണെങ്കിലും അതൊക്കെ നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കുറേയൊക്കെ അറിയാം എന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇൻ ടുഡേസ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ബേസിക് സെമി കണ്ടക്ടർ ഡിവൈസ്. Oh, sorry, I'm sorry. സോ ദിസ് ഇസ് ബേസിക് സെമി കണ്ടക്ടർ ഡിവൈസ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ തന്നെ സാധിക്കും, നമ്മൾ ഇലക്ട്രോണിക്സ് ക്ലാസ്സുകളിൽ എല്ലാവരും തന്നെ ഒന്നും രണ്ടും അതിൻ്റെ ബേസിക് ക്ലാസ്സുകളിലൊക്കെ ഇരുന്നിട്ടുള്ളവരാണ്. അപ്പം ബേസിക് സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യത്തെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയുന്നത് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഡയോഡ് തന്നെ പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഡയോഡ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കും, ഇനി അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ നോക്കും. അപ്പോൾ ബേസിക് പി എൻ ജംഗ്ഷൻ ഡയോഡിൽ പിന്നെ അത് ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്സ് ഡയോഡ്സ് ഉണ്ട്. സെനർ ഡയോഡ്സ് ഉണ്ട്, വരാക്ടർ ഡയോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടണൽ ഡയോഡ്സ് ഉണ്ട്, ഷോർട്ട് കീ ഡയോഡ്സ് ഉണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഉണ്ട്, പി എ എൻ ഡയോഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ബേസിക്കലി നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ സാധാരണ ചോദിക്കാറുള്ളത് ബേസിക് റെക്ടിഫയർ ഡയോഡ്, സെമി കണ്ടക്ടർ ഡയോഡ് അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്ന ഡയോഡും പിന്നെ സെനർ ഡയോഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ബേസിക്കലി ചോദിക്കാറുള്ളത്. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഡയോഡ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അങ്ങനെ കാണാറില്ല. നിങ്ങളുടെ ജാമിനാണെങ്കിലും TIFR-നാണെങ്കിലും ഈവൻ CSIR-നാണെങ്കിലും അതുപോലത്തെ പ്രോബ്ലംസ് കാണാറില്ല. ദെൻ വി ക്യാൻ ഹാവ് അനദർ ടൈപ്സ് ഓഫ് ഡിവൈസ്, ദാറ്റ് ഈസ് നമുക്കറിയാം ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഒരു സിമ്പിൾ ഡയോഡ് എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ ഉള്ള ഡിവൈസാണ്. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ചെയ്ത ഡിവൈസുകളാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ഹാവ് ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസിസ്റ്റേഴ്സും അതിന് 2 ജംഗ്ഷൻസ് ഉണ്ടാവും, 2 പി എൻ ജംഗ്ഷൻസ് ഉണ്ടാവും. അതിന് ഫോർ എക്സാമ്പിൾ നമ്മുടെ സാധാരണ പറയുന്ന ട്രാൻസിസ്റ്റർ ഒരു NPN ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഉണ്ട്. ദെൻ വി ക്യാൻ ഹാവ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, വി ക്യാൻ ഹാവ് മോസ്ഫെറ്റ്സ് ഉണ്ട്, IGFT, അതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിന് ഡിവൈസുകളെ കുറിച്ച്, ബേസിക് ഡിവൈസുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ജസ്റ്റ് വളരെ സ്പീഡിൽ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു തിയറി നോക്കാം. എന്താണ് ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ വി ക്യാൻ, ഇത് നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കുന്നവർക്ക് ഇലക്ട്രോണിക്സുകാരെക്കാളും കൂടുതലായിട്ട് അറിയുന്ന കാര്യമാണ് സെമി കണ്ടക്ടർ തിയറി എന്താണ്. ഓക്കെ, നമുക്കറിയാം ബാൻഡ് തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. അക്കോർഡിംഗ് ടു ദ ബാൻഡ് തിയറി the materials should be classified into 3. Okay, conductivity അനുസരിച്ച് മെറ്റീരിയൽ കണ്ടക്ടിവിറ്റി, അക്കോർഡിംഗ് ടു കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ. മെറ്റീരിയൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന അറിയാം. ഏതൊക്കെയാണത്? കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. സോ വി ക്യാൻ ഹാവ് ഇൻസുലേറ്റേഴ്സ്, we can have conductors, we can have semiconductors. Okay, ഈ 3 ക്ലാസിഫിക്കേഷൻസ് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഇൻസുലേറ്റേഴ്സ് ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ബാഡ് കണ്ടക്ടേഴ്സ്. പ്ലാസ്റ്റിക്സ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. എക്സാമ്പിൾസ് പ്ലാസ്റ്റിക്സ്, റബ്ബർ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിന് എക്സാമ്പിളാണ്.
അതായത് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലേറ്റേഴ്സിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അതാണ് ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഒന്നുമില്ല. നമുക്ക് നോക്കാം അതിനെക്കുറിച്ച്. ബാൻഡ് തിയറിനെ കുറിച്ച് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നോക്കാം. ദെൻ വി ക്യാൻ ഹാവ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടിവിറ്റി ഈസ് വെരി ഹൈ. ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റി ഈസ് വെരി ഹൈ. Almost all the metals are the example, like iron, copper, gold, എല്ലാം ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അതായത് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയൊരു കറണ്ട് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ദെൻ വി ക്യാൻ ഹാവ് ദ ഇമ്പോർട്ടൻറ്റ് ഡിവൈസ്. ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. its conductivity is partial conductivity ഉണ്ട്. അതായത് conductivity lies between conductor and insulator. Conductivity lies between insulator and conductor. Okay. For example, silicon, germanium, fourth group, almost all the fourth group except that diamond. അത് ഉപയോഗിച്ച് ബാക്കി ഫോർത്ത് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ദീസ് ആർ വെരി ഫണ്ടമെൻ്റൽസ്. ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ദെൻ ബാൻഡ് തിയറി അനുസരിച്ച്, ബാൻഡ് ഡയഗ്രാം അനുസരിച്ച് ഇതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നോടെ നോക്കാം. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. So according to the band diagram, the insulators, we know that we can have conduction band and valence band. So this is a conduction band and it's a valence band. Okay. So this is energy. എനർജി ഡയഗ്രാം, ബാൻഡ് ഡയഗ്രാം. ഓക്കെ, നമുക്കറിയാം ഇതെങ്ങനെയാണ് ഇത് ബാൻഡ്സ് ആയിട്ട് തിരിയുന്നതെന്നൊക്കെ അറിയാം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളൊക്കെ നമുക്കറിയാം. ഒരു സിംഗിൾ ആറ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൻഡ് ഒന്നും ആയിരിക്കില്ല. രണ്ട് എനർജി ലെവലുള്ള ഒരു സിംഗിൾ ലെവലായിരിക്കും. ദെൻ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ചെയ്യുമ്പം നമുക്കറിയാം പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നോ ടു ഇലക്ട്രോൺസ് ഹാവിങ് ദ സെയിം എനർജി സെയിം മൊമെൻറ്റം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനനുസരിച്ച് ഈ ബാൻഡ് എക്സ്പാൻഡ് ചെയ്ത് വരുന്നതാണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡൊക്കെ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺസ് ഉള്ള ബാൻഡാണ്. ദേ ആർ കംപ്ലീറ്റ്ലി ഫിൽഡ്. ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ് ആർ ഫ്രീ ഇലക്ട്രോൺസ് ആണ് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. സോ ദിസ് ഈസ് ആൻ ഇൻസുലേറ്റർ. ഇവിടെ നമുക്ക് കഴിയുമ്പോൾ തന്നെ അറിയാം ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദിസ് എനർജി ഗ്യാപ്പ് EG, എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഈസ് ഹയർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട്. 5 ഇലക്ട്രോൺ വോൾട്ടിനും മേലെയായിരിക്കും. This valence band is completely filled with electrons. Conduction band, so this energy gap വളരെ വലുതായ കാരണം വാലൻസ് ബാൻഡിൽ നിന്നൊരു ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ജമ്പ് ചെയ്യണമെങ്കിൽ ഇത്രയും 5 ഇലക്ട്രോൺ വോൾട്ടിന് മേലെയുള്ള ഒരു എനർജി കൊടുക്കണം. 5 ഇലക്ട്രോൺ വോൾട്ടിന് മേലെയുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നോർമൽ അവസ്ഥയിൽ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്രയും വലിയൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. അപ്പോൾ ഈ കണ്ടക്ഷൻ ബാൻഡ് ഇന്ന് ഇൻസുലേറ്ററിൽ ഓൾമോസ്റ്റ് വേക്കൻ്റ് ആണ്. ഒറ്റ ഇലക്ട്രോൺസ് പോലും, ഫ്രീ ഇലക്ട്രോൺസ് പോലും. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിനെയാണ് കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ആർ ജനറലി ടേംഡ് ആസ് ഫ്രീ ഇലക്ട്രോൺസ്. അതിന് മാത്രമേ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ഒക്കെ കോവാലൻ്റ് ബോണ്ട് വെച്ചിട്ട് ബോണ്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് are generally termed as free electrons. It can be easily moved when we apply a potential difference. Potential difference apply easily move ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ആണ് കണ്ടക്ഷൻ ബാൻഡിൽ. ബട്ട് വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് cannot move because
if we apply a potential difference, these are covalent bond is very strong, so it will not. നമ്മൾ നോക്കും എങ്ങനെയാണ് covalent bond form ചെയ്യുന്നത്. Then we can have semiconductors. Semiconductor. According to this band diagram, valence band, and this is conduction. Approximately this energy gap is approximately 1 electron volt. It's comparatively very low for if you consider insulator. Semiconductor insulator ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി. ഇറ്റ് വിൽ വേരി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിഫറെൻറ്റ് മെറ്റീരിയൽ. ഇപ്പോൾ സിലിക്കൺ ആണെങ്കിൽ നമുക്ക് അറിയാം 1.12 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഫോർ ജർമ്മനി ആണെങ്കിൽ ഇറ്റ്സ് നിയർലി 0.7 or 0.75 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ ഒരു 1 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യും. ബട്ട് ഇൻ അബ്സല്യൂട്ട് സീറോ ഓർ സംതിങ് ലൈക്ക് വെരി ലോ ടെമ്പറേച്ചറിൽ ഈ എനർജി എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് ടെമ്പറേച്ചറോ പൊട്ടൻഷ്യൽ ഡിഫറൻസോ എന്ത് ഫോമിൽ വേണമെങ്കിലും ആകാം. ഇപ്പോൾ ടെമ്പറേച്ചറിലാണ് നമ്മൾ എനർജി പറയുന്നത്. ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ these valence band electrons can be easily attain an energy greater than 1 electron volt. It will jump into the conduction band. Conduction bandലേക്ക് ജമ്പ് ചെയ്ത് പോകും. സോ ഇറ്റ് ഈസ് so നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ more and more electrons will jump into conduction band. So more number of free electrons in the conduction band, its conductivity increases. Okay, then we can have conductors. Conductors, this energy gap is almost less zero. That means almost this conduction band and valence band and these bands are overlapped. This is the overlapped region. This is the valence band. This is the conduction band. The gap EG is approximately 0 electron volt. That means 0 electron volt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ നാരോ ഗ്യാപ്പോ അല്ലെങ്കിൽ ഈവൻ ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. അപ്പം ഈവൻ ഇൻ നോർമൽ ടെമ്പറേച്ചറിൽ പോലും ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, ദിസ് ഈസ് 0. സോ ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ. ഇനി 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 കൂളം ആണ്. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ നോട്ടായിട്ടാണ് ചില പ്രോബ്ലത്തിൽ ചോദിക്കാറുണ്ട്. സോ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 ജൂൾ ഓർ കൂളംസ്. ചാർജിൻ്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂളംസ് ആണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1 ആംപിയർ കറണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടൈമാണ് ഇത്. നമുക്ക് സെമികണ്ടക്ടർ ഡിവൈസിൽ അത്ര ആപ്ലിക്കേഷൻ പറ്റില്ലെങ്കിലും ഈ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടല്ലോ, റെസിസ്റ്റർ, കപ്പാസിറ്റർ, അതിനകത്തൊക്കെ ഈ 1 ആംപിയർ കറണ്ട് അല്ലെങ്കിൽ 1 മൈക്രോ ആംപിയർ, 1 നാനോ ആംപിയർ കറണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കൂളം പെർ സെക്കൻഡ് ആണ്. അതായത് 1 ഇലക്ട്രോൺ വോൾട്ട്, 1 ഇലക്ട്രോണിൻ്റെ വോൾട്ട് എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 ജൂളാണ്. 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ 1 കൂളം ഓഫ് ചാർജസ് ഷുഡ് ബി മൂവ് പെർ സെക്കൻഡ്. ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത്രയും 1 കൂളം ഓഫ് ചാർജ് പോകണം. അപ്പോൾ 1 കൂളം ഓഫ് ചാർജ് പോകണമെങ്കിൽ 1 കൂളം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺസ് പോകേണ്ട ഒരു സെക്കൻഡിൽ? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.602 into 10⁻⁻19 കൂളം അല്ലെങ്കിൽ ജൂളാണ്. അപ്പം 1 കൂളം പെർ സെക്കൻഡ്, 1 കൂളം പെർ സെക്കൻഡ് കറണ്ട് ചാർജസ് മൂവ് ചെയ്യണം, എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം? 1/1.602 into 10⁻⁻19 അത്രയാണ്. കാരണം ഇത്രയുമാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഏകദേശം 6 into 10⁻18 ഇലക്ട്രോൺ ഓർ ചാർജസ് ഷുഡ് ബി മൂവ് പെർ സെക്കൻഡ്. അത്ര ഇലക്ട്രോൺസ് മൂവ് ഒരു ക്രോസ് സെക്ഷനിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് 1 ആംപിയർ കറണ്ട് ആയിരുന്നു. ഓക്കെ, അപ്പോൾ 6 into 10⁻18 ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം ഇതിലൂടെ കറണ്ട് പോകുന്ന ഒരു കണ്ടക്ടറാണെന്ന് വിചാരിക്കുക. ഈ ക്രോസ് സെക്ഷൻ എടുത്തു. ഈ ക്രോസ് സെക്ഷനിലൂടെ 6 into 10⁻18 ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്ന ഈ ഏരിയയിലൂടെ
മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 1 മൈക്രോ ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ആംപിയർ ആകുമ്പോൾ 10⁶ കുറയും. ദാറ്റ് ഈസ് 6 × 10⁻12 ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈക്രോ ആംപിയർ കറണ്ട് 1 മൈക്രോ ആംപിയർ കറണ്ട് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞ് ഇലക്ട്രോൺ വോൾട്ട് ഇതിൻ്റെ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ബാൻഡ് ഗ്യാപ്പ് വളരെ കൂടുതലാണ് കണ്ടക്ഷൻ ബാൻഡും ദിസ് വാലൻസ് ബാൻഡ് തമ്മിലുള്ള. ഈ ബാൻഡ് ഗ്യാപ്പിനെയാണ് നമ്മൾ ഈ ജിനെയാണ് നമ്മൾ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ജനറലി ടേംഡ് ആസ് ഫോർബിഡൻ ഗ്യാപ്പ്. ജസ്റ്റ് കുറച്ച് ടേമുകൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻ മെറ്റൽസിൽ കണ്ടക്ടേഴ്സിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം ഇതിനകത്ത് ഒരു ബോണ്ടിങ് ഉണ്ടാവും ഈ കണ്ടക്ഷൻ ബാൻഡിൽ. അതെന്ന് പറയുന്നത് അയോണിക് ബോണ്ടാണ്. നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്നതാണ്. ഈ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ബോണ്ടാണ്. ഈ വളരെ വീക്കായിട്ടുള്ള ബോണ്ടായ കാരണം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഈ സ്മോൾ ടെമ്പറേച്ചറിൽ വരെ ഈ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദീസ് ഫ്രീ ഇലക്ട്രോൺസ്, ദീസ് ആർ നോട്ട് ബൗണ്ടഡ് ഇലക്ട്രോൺസ്. വീക്ക് അയോണിക് ബോണ്ട് മാത്രമേ ഉള്ളൂ. വളരെ നോർമൽ ടെമ്പറേച്ചർ വരെ ആ വീക്ക് അയോണിക് ബോണ്ട് ബ്രേക്ക് ആയി പോവും. നമുക്കറിയാം അതിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് വളരെ കുറവാണെന്ന്. അപ്പം നമ്മൾ എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ഈ കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കണ്ടക്ടേഴ്സിൽ കണ്ടക്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റാൻഡം മൂവ്മെൻ്റ് ആണ്. ഒരു എണ്ണത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഈ ഒരെണ്ണത്തിൻ്റെ ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് റാൻഡമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നെറ്റ് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദീസ് ആർ റാൻഡം മൂവ്മെൻറ്റ്. ദീസ് ഇലക്ട്രോൺസ് ആർ മൂവ്സ് ഇൻ എ റാൻഡം ഡയറക്ഷൻ. അപ്പം നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു കണ്ടക്ടർ വെറുതെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ കറണ്ടൊന്നുമില്ല. ഈവൻ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കതിലൂടെ ഒരു കറണ്ട് ഉണ്ടാവുള്ളൂ. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് ഈ ഇലക്ട്രോൺസിൻ്റെ എല്ലാം ഡയറക്ഷൻ അലൈൻ ചെയ്യും. So it will start to move in a particular direction depending upon the electric field. Electric field apply ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇത് അലൈൻ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആവും. അപ്പോൾ നോർമലിൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യാത്തപ്പോഴോ ഇതിന് ഇലക്ട്രോൺസ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഐഡിയലായിട്ട് നിൽക്കുകയല്ല, മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ റാൻഡം ആയ കാരണം നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരെണ്ണം ഒരു ഡയറക്ഷനിലേക്കാണെങ്കിൽ ഒരെണ്ണം അടുത്ത ഡയറക്ഷനിലേക്കായിരിക്കും. സോ നെറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ഇതിനൊരു വൈബ്രേഷൻ, ഇതിൻ്റെ ഈ മൂവ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതൊരു എനർജിയാണ്. സോ എനർജി കൂടുമ്പം ഇതിൻ്റെ മൂവ്മെൻറ്റ് കൂടും. അപ്പോൾ മൂവ്മെൻറ്റ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈബ്രേഷൻ കൂടും. ഇഫ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, വാട്ട് വിൽ ഹാപ്പൻ ഈസ് vibration energy will increase. Vibration energy of free electrons will also increase. അപ്പോൾ വൈബ്രേഷൻ എനർജി ഉണ്ടായ കാരണം അതിൻ്റെ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് കുറയും. ഓക്കെ, സോ നമ്മൾ ഈ വെലോസിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും. ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കാരണം ഇത് നമുക്കറിയാം, ഇതിപ്പോൾ അജിറ്റേറ്റഡ് ആണെങ്കിൽ ഇത് വൈബ്രേറ്റ് ഇലക്ട്രോൺസ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി കുറയും. ഫ്രീ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺസ് ആണെങ്കിലോ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വൈബ്രേഷൻ കൂടും. വൈബ്രേഷൻ കൂടുമ്പം അതിൻ്റെ വെലോസിറ്റി കുറയും. സോ ദ വെലോസിറ്റി will start to decrease. Velocity of free electrons will start to decrease. So when we increase the temperature, in a conductor, what will happen? Its conductivity will reduce. Conductivity reduce എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം resistance will increase. Resistance of that particular material will increase. So the metals having a positive temperature coefficient of resistance. Positive temperature coefficient of resistance. Okay.
പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ സ്റ്റാർട്ട് ടു ഇൻക്രീസ്. ഓക്കെ, അതിനെയാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so the temperature and resistance is directly proportional for metals. Okay, so this is very fundamental, very basic. Okay, then ഇത് ഇത്രയും പറഞ്ഞ് സെമികണ്ടക്ടറിലേക്ക് പോവാണ്. സെമികണ്ടക്ടറിലേക്ക് മാറുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി മാറും. So in semiconductors, there are two types of semiconductor that we already know. That is intrinsic semiconductor. Intrinsic. That is in its pure form. Semiconductor in pure form. That is without adding any extra element. Semiconductor. That means if we take a virgin silicon bar or a virgin germanium bar, it is a pure form. It is in pure form, so it is known as intrinsic semiconductor. Okay, but if we add some extra element to increase the conductivity, so that type of semiconductor is known as extrinsic semiconductor. Extrinsic semiconductor, doped form. That is പ്യൂർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിനെ നമ്മൾ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്യൂർ ആയിട്ടുള്ള കൺസിഡർ ദിസ് ഇസ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ബാർ സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഡോപ്പിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രാ എലമെന്റ് ആഡ് ചെയ്യുന്നതിനെയാണ് ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ചെയ്യുന്നത്. അങ്ങനെ ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രാ എലമെന്റ് ഉള്ളതിനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമുക്കറിയാം ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെല്ലിലുള്ള ആറ്റത്തിനെയാണ് നമ്മൾ ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് ആയത് കാരണം അതിൻ്റെ 4 ഇലക്ട്രോൺസ് എക്സ്ട്രാ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വാലൻസ് ഷെല്ലിലുണ്ടാവും. സോ കൺസിഡർ ദ സ്ട്രക്ചർ, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഞാൻ ഈ സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ പറയുമ്പം അത് നിങ്ങൾക്ക് അത് വെച്ചിട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ എന്തുകൊണ്ടാണത് അങ്ങനെ ആവുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. സോ കൺസിഡർ വി ക്യാൻ ഹാവ് എ സിലിക്കൺ ആറ്റം. സിലിക്കൺ ആറ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ +4. ഈ +4 എന്ന് ഇട്ടേക്കുന്നത് ന്യൂക്ലിയസ് ആൻഡ് 4 ഇലക്ട്രോൺസ് എക്സെപ്റ്റ് ദ ബാലൻസ് ഇലക്ട്രോണിനെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സോ ഇങ്ങനെ ഇട്ട് കഴിയുമ്പം ഇതിൻ്റെ അർത്ഥം ഈ +4ൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, റിമൈനിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, അതിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, സെക്കൻഡ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, വാലൻസ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് മാത്രമേ ഇല്ല. അതുകൊണ്ടാണ് അപ്പോൾ ഈ +4 ഇലക്ട്രോൺസിൻ്റെ നെഗറ്റീവ് ചാർജോടെ കൂടുമ്പോൾ ഇത് ന്യൂട്രലായി മാറും. സോ ദിസ് ഇസ് എ ന്യൂട്രൽ ആറ്റം. Like that we can have the neighboring atom, that is also silicon atom or germanium, whatever it may be. It is having 4 electrons in the valence shell. So we can have 4 electrons and also we can have 4 electrons and also we can have +4 electrons. Okay, and these 4 electrons are bonded, and this bonding is nothing but it's a sharing or bonding. It is bonding. Okay, അപ്പോൾ നൈബറിംഗ് 4 ഇലക്ട്രോൺസുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നതാണ് നൈബറിംഗ് 4 ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോൺസുമായിട്ട്. സോ
ഇത് ഷെയർ ചെയ്തിരിക്കുന്ന കാരണം ഈ സെൻട്രൽ ആറ്റത്തിന് കൺസിഡർ ചെയ്യുമ്പോൾ അതിന് 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ്സ് ഇൻ സ്റ്റേബിൾ സ്റ്റേറ്റ്. ഈ ആറ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനും ഉണ്ട് നെയ്ബറിംഗ് ആയിട്ട് 4 ഇലക്ട്രോൺ. ദിസ് സ്ട്രക്ചർ ഈസ് ജനറലി ടേംഡ് ആസ് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. സോ ഓൾമോസ്റ്റ് ഓൾ ദ സെമി കണ്ടക്ടർ ഹാവിങ് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഇതിനുണ്ടാവും. സോ ദിസ് ഷെയറിങ്ങിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഈവൻ ഇൻ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഈ ബോണ്ട് സ്ട്രെങ്ത് വളരെ വലുതായിരിക്കും. അബ്സല്യൂട്ട് സീറോയിലൊക്കെ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുള്ളൂ. ഇതിനകത്ത് നോ ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. എന്താണ് പറ്റുക? if we increase the temperature, if we heated up the material or increase the temperature, what will happen? This bond strength-നേക്കാളും വലിയൊരു temperature വരുമ്പോൾ ഈ bond start to break. Whenever this bond is starting to break, these electrons getting lost. So ഈ ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് ആയി മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ വേക്കൻസി ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പം നമുക്കൊരു ഇലക്ട്രോൺ ഹോൾ പെയർ ആണ്. ദിസ് ഈസ് എ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ദിസ് ഈസ് എ ഹോൾ. ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എ ഡിസയർ ഓഫ് ഇലക്ട്രോൺ ആണ്. അബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാൻ പറ്റില്ല. അബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസിന് എപ്പോഴും ഹോൾ എന്ന് പറയാൻ പറ്റില്ല. ദിസ് ഹോൾ is a hole. By breaking the covalent bond, is a desire of electron to complete the covalent bond. കോവാലന്റ് ബോണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡിസയറിനെയാണ് നമ്മൾ ആ മെറ്റീരിയൽ ഡിസയറിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾ എന്ന് പറയുന്നത് ഒരു ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ് ആയ കാരണം അതിനെ പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെനെവർ എ ബോണ്ട് ബ്രേക്ക് ഫ്രീ ഇലക്ട്രോൺസ് മാത്രമല്ല ജനറേറ്റ് ചെയ്യുന്നത്. വെനെവർ എ ബോണ്ട് ബ്രേക്ക് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ an electron hole pair will generate. Free electron മാത്രമല്ല, electron hole pair will generate. ഓക്കെ, നമ്മൾ ബാൻഡ് തിയറി വെച്ച് നോക്കി കഴിയുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, it is like that. This is valence band, this is conduction band, this CB, this is valence band. അപ്പോൾ ഈ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്, വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് എല്ലാം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഷെയറിംഗ് ഒക്കെ നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഈ +4 ആറ്റംസ് വെച്ചിട്ട് ഷെയർ ചെയ്തിരിക്കുന്നുണ്ട്. മെയിനിങ് ആയിട്ടുള്ള ആറ്റമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വാലൻസ് ബാൻഡ്. കാരണം വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഒരു എനർജി കൊടുത്ത് ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ മൂവ് ഇൻ ടു ദിസ് കണ്ടക്ഷൻ ബാൻഡ്, ഫ്രീ ഇലക്ട്രോൺസ് ആയി. ആൻഡ് ദിസ് ഇസ്, അപ്പോൾ വാലൻസ് ബാൻഡിലാണ് ഹോൾ ഉണ്ടാവുന്നത്. സോ ഇൻ വാലൻസ് ബാൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ഹോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഹോൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിലൂടെയുള്ള കറണ്ടാണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ഈവൻ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈസിലി മൂവ്സ്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. വാലൻസ് ബാൻഡിലെ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹോളും മൂവ് ചെയ്യുന്നുണ്ട്. ഹോളും മൂവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പം നൈബറിങ് ആയിട്ടുള്ള നൈബറിങ് 4 ആറ്റമായിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ നമ്മളൊരു ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നെക്സ്റ്റ് ഇലക്ട്രോൺസ് ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി വന്നു. ദെൻ അടുത്ത ബോണ്ടിൽ നിന്ന് ഇത് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോൾ വന്നു. ദെൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഇനി അടുത്ത ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഹോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആക്ച്വലി ഈ ഹോളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനാണ് ഹോൾ അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറഞ്ഞു വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് സത്യത്തിലെ ഹോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിൻ്റെ സാധാരണ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിനാണ് സാധാരണ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സാധാരണ ഇലക്ട്രോൺസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡിലെ സത്യത്തിൽ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിലും ടെൻഡേറ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ഹോൾസ് മൂവ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പോലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക, ഹോൾ അങ്ങോട്ട് മൂവ് ചെയ്യുക, ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്.
അപ്പോൾ വാലൻസ് ഹോളിൻ്റെ മൂവ്മെൻറ്റ് അതിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും. കാരണം വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഒരു ബോണ്ടിൽ നിന്ന് അടുത്ത ബോണ്ടിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നതിനെയാണ് വാലൻസ് ബാൻഡിലെ കറണ്ടിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദ ഹോളിൻ്റെ മൊബിലിറ്റി ഈസ് വെരി ലെസ് ആയിരിക്കും. മൊബിലിറ്റി ഈസ് ലെസ്സർ കമ്പയർഡ് ടു ദിസ് കണ്ടക്ഷൻ ബാൻഡിലെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിന്. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺ, ദിസ് ഈസ് ഫ്രീ ഇലക്ട്രോൺ. ഓക്കെ, ജസ്റ്റ് ഞാൻ കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്താണ് സെമി കണ്ടക്ടറിൽ സംഭവിക്കുക? ഇൻ സെമി കണ്ടക്ടറിൽ ഇഫ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, what will happen? The bond, more and more bond will start to break. ഇവിടെ പറഞ്ഞു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം എന്താണ് ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. ഇനിയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺസ് അവിടെ പോയി അപ്പോൾ ഒരു ഹോൾ ഉണ്ടായി. മോർ ആൻഡ് മോർ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ സ്റ്റാർട്ട് ടു ജനറേറ്റ്. അപ്പോൾ മോർ ആൻഡ് മോർ ഫ്രീ കാരിയേഴ്സ് വിൽ ജനറേറ്റഡ് വെൻ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഫോം ഓഫ് എനർജിയാണ്. സോ ഇഫ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, more number of free electrons will generate. Free electrons will more number of generated. More number of free electrons generate ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ its conductivity is increased, obviously increase. So that means its resistance will decrease. So generally ഇതൊക്കെ സാധാരണ വൈവിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ജനറലി ദ സെമി കണ്ടക്ടർ having negative temperature coefficients of resistance. That means its resistance will increase with reducing in temperature. അപ്പം മെറ്റൽസിൽ തിരിച്ചായിരുന്നു, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. ബട്ട് ഇൻ സെമി കണ്ടക്ടർ വെൻ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഇസ് റെസിസ്റ്റൻസ് വിൽ ഡിക്രീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അത് എന്തുകൊണ്ടാണ്? മോർ ആൻഡ് മോർ ഫ്രീ കാരിയേഴ്സ് വിൽ സ്റ്റാർട്ട് ടു ജനറേറ്റ്. ഓക്കെ, സോ ദീസ് ആർ വെരി ഫണ്ടമെൻ്റൽ. ഞാനിത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് മിക്കപ്പോഴും വൈവിക്കും അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുന്നതാണ്. അത് കാരണമാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു സിലിക്കൺ, ജർമ്മനി അതുപോലത്തെ ഫോർത്ത് ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് എക്സെപ്റ്റ് കാർബൺ ഓൾമോസ്റ്റ് ഓൾ ദ എലിമെൻറ്റ്സ് ആർ സെമി കണ്ടക്ടറായിട്ട് നമുക്ക് കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിനകത്ത് സിലിക്കൺ ആണ് മോസ്റ്റ്ലി വൈഡ്ലി യൂസ്ഡ്. എന്തുകൊണ്ടായിരിക്കും സിലിക്കൺ ഈസ് വൈഡ്ലി യൂസ്ഡ് സെമി കണ്ടക്ടർ? എന്തുകൊണ്ടായിരിക്കും സിലിക്കൺ മോസ്റ്റ് വൈഡ്? അതിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് എക്കണോമിക്കൽ ആസ്പെക്റ്റ് ആണ്. എക്കണോമിക്കലി വെച്ച് നോക്കുമ്പം ജർമ്മേനിയത്തിനെ വെച്ച് നോക്കുമ്പം സിലിക്കൺ ഉണ്ടാക്കുന്നത് സിലിക്കയെന്നാണ്. സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മണലിൽ നിന്നാണ്, അബണ്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രകൃതിയിലുള്ളതാണ്, നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ് സിലിക്ക എന്ന് പറഞ്ഞ മെറ്റീരിയൽ. അപ്പോൾ സിലിക്ക പ്യൂരിഫൈ ചെയ്തിട്ടാണ് സിലിക്കോൺ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സിലിക്കൺ വൈഡ്ലി യൂസ്ഡ് ആവുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ എക്കണോമിക്കൽ വൈസ് ആണ്. ഇറ്റ്സ് മോസ്റ്റ് അബണ്ടൻ്റ്ലി വെൻ വി സീ ദ നേച്ചർ, ഇറ്റ് ഈസ് മോർ അബണ്ടൻ്റ്ലി ഇൻ അവർ എർത്ത്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം അതിൻ്റെ വേറെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിയുമ്പം അതിനൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റോടെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും സിലിക്കൺ ഉപയോഗിക്കുന്നത്? സിലിക്കൻ്റെ വാലൻസ് ഷെല്ല് എന്ന് പറയുന്നത് തേർഡ് ഷെല്ലാണ് കമ്പയർഡ് ടു ജർമേനിയം. സിലിക്കൺ ഈസ് വൈഡ്ലി യൂസ്ഡ് സെമി കണ്ടക്ടർ കമ്പയർഡ് ടു ജർമേനിയം. അപ്പോൾ ജർമേനിയം എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. അത് അതിൻ്റെ കോസ്റ്റ് വൈസ് ആസ്പെക്റ്റ് ആണ്. കോസ്റ്റ് വൈസ് ആസ്പെക്റ്റിൽ നോക്കി കഴിയുമ്പോൾ ജർമേനിയം വളരെ കോസ്റ്റ്ലിയാണ് സിലിക്കനെ അപേക്ഷിച്ച്. കാരണം സിലിക്കൺ അബണ്ടൻ്റ്ലി വി ക്യാൻ സീ ഇൻ എർത്ത്. But germanium, its purification is very difficult process. So its cost is very much higher. It's a cost-wise aspect. And in second aspect is silicon
valence electrons in third shell. It's in a third shell. But in germanium, the valence electrons in fourth shell. അതുകൊണ്ട് എന്താണ്? So valence electrons in a silicon is it's very close to nucleus. Third shell and fourth shell എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഷെല്ലിലാണ് ജർമേനിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ കൺസിഡർ ദിസ് ഈസ് ദ ന്യൂക്ലിയസ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ഓർബിറ്റ്, this is the second orbit. So this is nucleus. This is the third orbit. This is third orbit. And we can have fourth orbit. അപ്പോൾ സിലിക്കൺ എന്ന് പറയുന്നത് തേർഡ് ഓർബിറ്റിലാണ്. അപ്പോൾ തേർഡ് ഓർബിറ്റിൽ എന്ന് പറയുന്നത് മോർ ക്ലോസ് ടു ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ന്യൂക്ലിയസ് വിത്തിട്ടുള്ള ബൈൻഡിങ് എനർജി സിലിക്കൻ്റെ വാലൻസ് ഇലക്ട്രോൺസിന് കൂടുതലായിരിക്കും. ജർമേനിയത്തിൻ്റെ കുറച്ചുകൂടെ അകലെയാണ്, ന്യൂക്ലിയസിന് വളരെ കുറച്ചുകൂടെ അകലെയായ കാരണം ഇതിൻ്റെ ബൈൻഡിങ് എനർജി, അതായത് വാലൻസ് ഇലക്ട്രോൺസുമായിട്ടുള്ള ബൈൻഡിങ് എനർജി കുറവാണ് കമ്പയർഡ് ടു സിലിക്കൺ. അപ്പോൾ നമുക്ക് ഇപ്പം ഞാനൊരു ബാൻഡ് തിയറി വെച്ചിട്ട്, ബാൻഡ് ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കണിനെ കമ്പയർ ചെയ്യുമ്പം, ഇഫ് യു കമ്പയർ സിലിക്കൺ, so this is valence band, this is conduction band, and this band diagram is consider this is almost 1.12 electron volt. This gap is 1.12 electron volt, and this is silicon. Okay. If you compare germanium, is almost 0.7 electron volt. This valence band and conduction band. അതുകൊണ്ട് എന്താണ് പ്രശ്നം വരുന്നത്? ഒരു സ്മോൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ, സ്മോൾ ടെമ്പറേച്ചറോ അങ്ങനെ എനർജി കൊടുത്തു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ജർമേനിയം 1.12 ഇലക്ട്രോൺ വോൾട്ട് കമ്പയർ ടു 0.7 ഇലക്ട്രോൺ വോൾട്ടിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് എന്താ ഗുണം ചെയ്യുന്നത്? ഈവൻ സ്മോൾ ടെമ്പറേച്ചർ വേരിയേഷനിൽ ഫ്രീ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യില്ല. അപ്പോൾ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് സിലിക്കണിന് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊരു സെമി കണ്ടക്ടർ ഡിവൈസ്, ഇതൊക്കെ നമ്മൾ ഡിവൈസ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്, സെമി കണ്ടക്ടറൊക്കെ. അപ്പോൾ ഞാനൊരു സെമി കണ്ടക്ടർ സിലിക്കൺ വെച്ചിട്ട് ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ജർമേനിയം വെച്ചിട്ട് ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ സിലിക്കൺ വെച്ചിട്ട് ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. ഓക്കെ, അതിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. കാരണം അത് ടെമ്പറേച്ചറിൽ വേരിയേഷനിൽ അധികം വലിയ വേരിയേഷൻ കാണിക്കില്ല. പക്ഷേ ഇൻ ജർമേനിയം വെച്ചിട്ടൊക്കെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ, ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരു ചെറിയ എനർജിയിൽ വരെ മോർ ആൻഡ് മോർ ഫ്രീ ഇലക്ട്രോൺസ് വിൽ ജനറേറ്റഡ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഇലക്ട്രിക് കറണ്ടാണ് ഇവിടെ കൂടുതലും സാധ്യമാവുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇവിടെ കുറച്ചുകൂടി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം ഈവൻ ഒരു സ്മോൾ എനർജി കൊടുക്കുമ്പോൾ തന്നെ ഇത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്രീ ഇലക്ട്രോൺസ്, ഇതിൻ്റെ ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെമ്പറേച്ചറിനനുസരിച്ച് ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി വിൽ ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ പാടില്ല ടെമ്പറേച്ചറിനനുസരിച്ച്. ഇനി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുക അക്കോർഡിംഗ് ടു അവർ വിഷ്, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റി, ആ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യാം. അതിനാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ കൺസെപ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ലീക്കേജ് കറണ്ട് ഇതിന് നമ്മൾ പറയുന്നത്, ഇത് കുറവായ കാരണം ലീക്കേജ് കറണ്ട് എന്നാണ് പറയുന്നത്. ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള കറണ്ടിനെ, ടെമ്പറേച്ചർ കറണ്ട് ഈസ് ജനറലി ടേംഡ് ആസ് ലീക്കേജ് കറണ്ട്. ലീക്ക് ചെയ്ത് പോകുന്ന കറണ്ടാണ്. ലീക്കേജ് കറണ്ട് വളരെ കൂടുതലായിരിക്കും, ലീക്കേജ് കറണ്ട് എന്നാണ് പറയുന്നത്. ജർമേനിയത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ലീക്കേജ് കറണ്ട് ഈസ് വെരി ഹയർ ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് കറണ്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ സിലിക്കണിന് കുറച്ചുകൂടി നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി കേപ്പബിലിറ്റി ഈസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. Silicon having more
temperature, withstanding capacity. Okay. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിലിക്കൺ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇൻ എക്കണോമിക്കൽ വൈസ് ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ എ വെരി ഗുഡ് മെറ്റീരിയൽ. സിലിക്കൺ ഈസ് ഓൾസോ എ വെരി ഗുഡ് മെറ്റീരിയൽ. ഓക്കെ. സോ ഇത്രയാണ് എൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഡയോഡിലേക്ക് കണക്കാണ്. ഡയോഡിലേക്ക് കണക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. കൺസിഡർ ഇഫ് വി ആഡിങ് ഓർ ഡോപ്പിംഗ് വിത്ത് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുള്ള ആറ്റത്തിനെയാണ് നമ്മൾ പെൻറ്റാവാലന്റ് ആറ്റം എന്ന് പറയുന്നത്. പെൻറ്റാവാലന്റ് 5 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുള്ളതാണ്. So instead of we having an n-type material, n-type semiconductor. Okay. So in n-type semiconductor, what will happen is if we are adding or adding nu parayan paadilla, and the term is doping. If we doping pentavalent impurity, doped with pentavalent. That is 5 electron in valence shell. സെല്ലിലുള്ള ഇലക്ട്രോൺസിനാണ് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആറ്റത്തിന് വെച്ച് ഡോപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്. അപ്പം നമ്മൾ ഡോപ്പ് ചെയ്യുമ്പോൾ എക്സെപ്റ്റ് ദാറ്റ് സിലിക്കൺ ആറ്റം 5 ഇലക്ട്രോൺസ് ഉള്ള ലൈക്ക് what are pentavalent impurities? Phosphorus-like material. Phosphorus-like materials are pentavalent impurity. അപ്പം 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. So we can have 4 electrons and an extra electrons, 5 electrons ഉണ്ടാവും. So it is crystalline structureൽ അത് ട്രാപ്പ് ആവും. സിലിക്കൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ. ബാക്കി നൈബറിങ് ആറ്റംസ് ഒക്കെ 4 ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസ് ആണ്. These are silicon atoms. Okay. So these are silicon atoms. So these electrons are shared with its neighboring atom. These atoms are. Okay. So if we doped with a pentavalent impurity, what will happen? We can get an extra electrons. This is an extra electron. That is without bonding. Without bonding electrons, and this extra electron is known as free electrons. You will easily jump to bounded electrons. It will easily jump into the what will happen it in the conduction band. അപ്പോൾ ഒരു ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അടുത്തൊരു ആറ്റോടെ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം മോർ ആൻഡ് മോർ നമ്പർ ഓഫ് ആറ്റംസ് വെച്ച് ഡോപ്പ്. ഇപ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. ഒരു ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രീ ഇലക്ട്രോൺസ് വരും. അടുത്ത ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺസ് വരും. അപ്പം ഇഫ് യു ഇൻക്രീസ് ദ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, increases, its conductivity is also increases. Because more and more free electrons will start to generate. Okay. By this way, we can increase the conductivity or decrease the conductivity of a semiconductor. അപ്പോൾ നമ്മൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മോർ ആൻഡ് മോർ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പം ഈ ടൈപ്പ് മെറ്റീരിയൽ ഇഫ് ഈ ഡോപ്ഡ് വിത്ത് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ്, this type of semiconductor is known as n-type semiconductor because it is negative type semiconductor because we have an extra electron negative charge ആയ കാരണം these are n-type semiconductor. അപ്പോൾ ഇത് നമ്മൾ ഇനിയുള്ള ഡയഗ്രത്തിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു n-type മെറ്റീരിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് represented by a positive immobile ion with an extra electron. Okay, so this n-type material
പോസിറ്റീവ് മൊബൈൽ അയൺ വിത്ത് അൺ എക്സ്ട്രാ. ദിസ് ഈസ് ഡോപ്പിംഗ് ഇലക്ട്രോണിന് മാത്രമാണ് ഇത് കാണിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് പോസിറ്റീവ് കാണിക്കുന്നത്? ഈ പോസിറ്റീവ് ഇലക്ട്രോണോട് കൂടുമ്പോൾ ഇത് ന്യൂട്രൽ ആവും. ഓക്കെ, സോ വി ക്യാൻ ഹാവ് ലൈക്ക് ദിസ്. ദിസ് ഇസ് ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഇനിയുള്ള എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയൊക്കെ നമ്മൾ പോസിറ്റീവ് മൊബൈൽ, ഈ പോസിറ്റീവ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇലക്ട്രോൺസ് ആൻഡ് ദ ന്യൂക്ലിയസ് എക്സെപ്റ്റ് ദിസ് ഇലക്ട്രോൺ, അതിനെയാണ് ഈ പ്ലസ് എന്ന് കണ്ടത്. അപ്പോൾ ഈ പ്ലസും ഇതോടെ കൂടുമ്പോൾ ഇത് ന്യൂട്രലായി മാറും. സോ ദിസ് ഈസ്, അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് ആ ഡോപ്പിംഗ് ആറ്റത്തിന് മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ electrons are majority carriers. Electrons are the charge carriers or majority carriers എന്ന് പറയാൻ പറ്റും. And also we can have some minority carriers. എങ്ങനെയാണ് minority carriers ഉണ്ടാകുന്നത്? Also if we in a normal temperature also some of the bond will start to break. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഇലക്ട്രോൺസ് വില്ല് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യും വിത്ത് എ ഹോൾ. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ, ദീസ് ആർ തെർമലി ജനറേറ്റഡ്. അപ്പം ആ തെർമലി ജനറേറ്റ് ചെയ്യുന്ന ഹോൾസ്, ഇലക്ട്രോൺസ് എന്ന് പറയുന്ന മെജോറിറ്റി ക്യാരിയേഴ്സ് ആണ്. അതിനകത്ത് ഹോൾസും ഉണ്ടാവും. നോർമൽ ടെമ്പറേച്ചറിൽ ഹോൾസും ഉണ്ടാവും. ആ ഹോൾസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. ഹോൾസ് ആർ മൈനോറിറ്റി ക്യാരിയേഴ്സ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് മൈനോറിറ്റി ക്യാരിയേഴ്സ്. അതിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ക്യാരിയേഴ്സ്. ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് പറ്റും. ആൻഡ് ഹോൾസിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കണം. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ മോർ ആൻഡ് മോർ നമ്പർ ഓഫ് കോവാലന്റ് ബോണ്ട് വിൽ break and more electron hole pair will generate. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ആർ ദ മെജോറിറ്റി ക്യാരിയേഴ്സ് ആൻഡ് തെർമലി ജനറേറ്റഡ് ഹോൾ വിൽ ബി ഓൾസോ ദർ. ഓക്കെ, ഇനി എന്താണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു എൻ ടൈപ്പ് മെറ്റീരിയൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺ ഇറ്റ് ക്യാൻ ബി ഈസിലി സ്റ്റാർട്ട് മൂവ്. ഇതിന് ഈസിലി മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് നമ്മൾ ഇപ്പം ഒരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി, അതായത് 5 ഇലക്ട്രോൺസ് ഉള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അതുപോലെ തന്നെ we can have p-type material. If we doped with a p-type material, if we doped with a trivalent impurity, that is 3 electrons in valence shell, valence orbital, 3 electrons like boron പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് നോക്കുന്നത്. സോ ഇഫ് വി ഹാവ് 3 electrons, that means +3 with 3 electrons, can have 3 electrons, and its neighboring atoms are silicon atoms. So it is having 4 electrons. It is having 4 electrons. Okay, this is shared with this, and this will be shared with this, and this will be shared with this, but this cannot be shared. ഇവിടെ ഒരു ഇലക്ട്രോൺസിൻ്റെ ഡിസയർ ഉണ്ട്. So this is a gap for an electron, so to fill the covalent bond, and this is known as hole. This is actually a desire of electrons. Whenever if we apply potential difference or supply an electron, what will happen? These neighboring electrons will start to jump into this position. അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ജമ്പ് ചെയ്ത് പോകും. ഓക്കെ, സോ ഇഫ് വി ഹാവിങ് എ പി ടൈപ്പ് മെറ്റീരിയൽ ക്യാൻ ബി ജനറലി നമ്മൾ വരയ്ക്കുമ്പോൾ വി ക്യാൻ ഹാവ് a negative mobile ion with a hole, because this is having a vacancy of electron.
സോ വേക്കൻസി ഓഫ് ഇലക്ട്രോണിനെ നമുക്ക് ആണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഹാവ് a negative immobile ion with a hole, and hole is a positive charge or a desire of electron or a absence of electron. And also we can, if we increase the temperature, we can have a thermally generated electron hole pair. So in this is for p-type material. അപ്പോൾ p-type മെറ്റീരിയലിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഈസ് ഹോൾ and that is majority carriers. This is by doping. This can be achieved by doping, and this is electron and this is minority carriers. This is our minority carriers. This can be achieved by temperature. This is about a p-type and n-type material. And if we join this p and n-type material, what will happen? We will get a p-n junction. Okay, that we will discuss after a short break. നമുക്കൊരു ബ്രേക്ക് ഇടുമ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കാം ഒരു p-n ജംഗ്ഷൻ സെമി കണ്ടക്ടർ ഡിവൈസ്. ഇനി തൊട്ടാണ് നമ്മൾ ഈ ഫണ്ടമെന്റൽസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് വളരെ നന്നായിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്കിനി അടുത്തത് p-n ജംഗ്ഷൻ ഡയോഡിലേക്ക് പോകാം. അതിനുശേഷം അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കൂടി ഇന്ന് ചെയ്യും. ഓക്കെ, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ തിരിച്ചു വരാം.